മത്സരിക്കാനിറങ്ങണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന മലപ്പുറത്തെ പ്രമാണി പാർട്ടിയെ അനുനയിപ്പിച്ചേ പറ്റൂ. ഇടതുപക്ഷത്തിനല്ല, UDFന്, കോൺഗ്രസ്സുകാർക്ക്. ആര്യടൻ മുഹമ്മദ് അല്ല മകൻ ആര്യടൻ ഷൗക്കത്ത്. ആര്യടൻ മുഹമ്മദ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലീഗ് കോട്ടകൾ ആ വരവിൽ വിറച്ചേനെ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് 3-ാം ദിവസം മുസ്ലിം ലീഗ് നേതാക്കളെ നേരിട്ട് അങ്ങോട്ട് പോയി കണ്ട് ആര്യടൻ ഷൗക്കത്ത്. കാരണം സമയമില്ല ഒട്ടും. ഏത് നിമിഷവും ലീഗിൻ്റെ മുകളിലൂടെ PV അൻവർ എന്ന പടുകൂറ്റൻ ആൽമരം ഒരു വലയെടുത്തെറിയാം. അതുകൊണ്ട് ഒട്ടും കാത്തുനിന്നില്ല. സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾക്കായി മക്കയിലായതിനാൽ മുനവറിൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള നേതാക്കളുമായിട്ടാണ് ഷൗക്കത്ത് തൽക്കാലം കൂടിക്കാഴ്ച നടത്തിയത്. അത് മതി ഷൗക്കത്തിന്. എന്നിട്ട് ആര്യടൻ ഷൗക്കത്ത് പാണക്കാട് ചെന്ന് പറഞ്ഞു, പാണക്കാട്ടെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ശക്തി. അങ്ങനെ ആര്യടൻ മുഹമ്മദ് എന്ന കടുത്ത ലീഗ് വിരോധിയുടെ ലീഗ് വിരുദ്ധ നിലപാടുകൾ മകൻ തിരുത്തി. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹവും അനുവാദവും ആശീർവാദവുമാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തൻ്റെ ഭാഗ്യമെന്നും ഷൗക്കത്ത് പറഞ്ഞു. ഇതോടെ കോൺഗ്രസ് അണികൾക്കും സമാധാനമായി, ലീഗ് നേതൃത്വത്തിനും സമാധാനമായി, തൃപ്തിയായി. ഇനിയും പറയുന്നു, ഇന്ന് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ശക്തിയും സ്രോതസ്സും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ലഭിച്ച അനുഗ്രഹവും ആശീർവാദവുമാണെന്ന് പറയാൻ തനിക്ക് ഒരു മടിയുമില്ലെന്ന്. തന്നെ അത്രമാത്രം ഹൃദ്യമായാണ് പാർട്ടി സ്വീകരിച്ചതെന്ന്. തനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ തയ്യാറായാണ് അവരെത്തിയത്. നിലമ്പൂരിൽ UDFന് വോട്ടില്ലാത്തത് കൊണ്ടല്ല, ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാത്തതല്ല, മറിച്ച് ചില അബദ്ധങ്ങളൊക്കെ പലപ്പോഴും പറ്റിയത് കൊണ്ട് മാത്രമാണെന്ന്. എന്താണ് ആര്യടൻ ഷൗക്കത്ത് ഉദ്ദേശിച്ച അബദ്ധങ്ങളെന്ന് പ്രേക്ഷകർക്കെങ്കിലും വ്യക്തമായി കാണും. തൻ്റെ പിതാവ് ആര്യടൻ മുഹമ്മദ് മരണം വരെ കൊണ്ടുകിടന്ന ആ കടുത്ത ലീഗ് വിരുദ്ധത തന്നെ, അതിന് ആര്യടൻ മുഹമ്മദിൻ്റെതായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. പഴയ കുഞ്ഞാലിയുടെ കൊലപാതക കേസ് മുതൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണം വരെ കടുത്ത ലീഗ് വിരുദ്ധനായി മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ കാലം അതല്ല. അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്തിനെ കുറ്റം പറയാനും പറ്റില്ല. ചരിത്രപരമായ മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ വിജയം UDFന് കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷൗക്കത്ത് പറഞ്ഞത്. ആര്യടൻ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് കൊടപ്പനക്കൽ തറവാടിൽ എന്നാണ് തിരികെ മറുപടിയായി മുസ്ലിം യൂത്ത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും പറഞ്ഞത്. വൈരാഗ്യമൊക്കെ മറന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ VD സതീശൻ എന്ന ഉഗ്രരൂപിയുടെ തൃക്കണ്ണ് തുറക്കുക ഇനി ലീഗ് ഹൗസിലേക്കാകും. അത് മുനവർ അലി തങ്ങൾക്ക് വ്യക്തമായി അറിയാം. PV അൻവറിനെ അന്വയിപ്പിക്കാനുള്ള പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവസാനവട്ട നീക്കവും ഫലം കണ്ടില്ലെന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി രാഹുൽ അൻവറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അൻവർ രാഹുലിനോട് പറഞ്ഞത് കേരളത്തിലെ തൻ്റെ പാർട്ടിയുടെ ചുമതലയുള്ള ഡെറിക് ഒബ്രയാൻ ആദ്യമായി കേരളത്തിലേക്ക് വരുന്നുണ്ടെന്നാണ്. അതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇതൊക്കെ കണ്ടിട്ടാണ് ആര്യടൻ ഷൗക്കത്ത് നേരെ പാണക്കാടേക്ക് വെച്ചുപിടിച്ചത്. കാരണം കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ട് ഇത്തവണയും കാര്യമുണ്ടാകുന്നില്ല. CPMൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ ഇച്ചിരി വലിയ പ്രയാസമാകും. അതിൻ്റെ കൂടെയാണ് സ്വന്തം കുടുംബത്തിലെ വോട്ടെങ്കിലും ഒന്ന് ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രഖ്യാപനം മാത്രമേ അവസാനിക്കുമോ അതോ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. അതിന് ബംഗാളിൽ നിന്ന് ദീദി അനുവാദം കൊടുക്കുകയും വേണം. എന്തായാലും ജയിക്കുമോ എന്ന് അത്ര കൊണ്ട് ഉറപ്പില്ലെങ്കിലും UDFൻ്റെ വോട്ടുകളെങ്കിലും ഇത്തവണ സമാഹരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യമേ തന്നെ പാണക്കാടെത്തി ലീഗ് നേതാക്കളെ നേരിട്ട് കണ്ട് ആര്യടൻ ഷൗക്കത്ത് തൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകൾക്കും തൻ്റെ പിതാവിൻ്റെ നിലപാടിനുമൊക്കെ മാപ്പ് പറഞ്ഞതോ അതോ അതിനെ മറികടന്നുകൊണ്ട് പുതിയൊരു സൗഹൃദത്തിൻ്റെ പാത വെട്ടിത്തള്ളിക്കാൻ തുടങ്ങിയതോ. എന്തായാലും ഒന്നുകിൽ ഇത് UDFന് നല്ലതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നല്ലതാണ്, അല്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്തിന് നല്ലതാണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.